അറിവും തിരിച്ചറിവുമെന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാർസലോണയിലെ പാർലമെന്റും ചരിത്രമായി തീർന്ന കോഫി ഹൗസുമാണ് സന്ദർശിക്കുവാൻ പോകുന്നത്. ഒരു കാലത്ത് സൈനിക സ്ഥിരാകേന്ദ്രമായിരുന്ന ഈ പ്രദേശം ഇന്ന് മനോഹരമായ ഒരു പാർക്കാണ്. വളരെ മനോഹരമായി പടുത്തുയർത്തിയ ഈ പ്രദേശം സഞ്ചാരികളുടെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ്. പാർക്ക് ദെ ലാ ടിയുട്വാഡേയ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം 1714 സ്പെയിൻ കാറ്റലോണിയ യുദ്ധത്തിന് ശേഷം ബോർബൺ രാജാവ് ഫിലിപ്പ് ഇവിടെ സിറ്റ്വഡേയ കോട്ട പണിതു. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പണിതത്. യുദ്ധങ്ങളുടെയും സാംസ്കാരിക കാലഘട്ടങ്ങളിലൂടെ കടന്നുവന്ന ഈ സ്ഥലം ഇന്ന് ബാർസലോണയുടെ ഹൃദയഭാഗത്താണ് നിലകൊള്ളുന്നത്. 1869 കോട്ട പൊളിച്ച് പൊതുജനങ്ങൾക്കുള്ള പാർക്കായി മാറ്റിയെങ്കിലും സാംസ്കാരിക പൈതൃകം നിലനിർത്തി പാർലമെന്റ് മന്ദിരവും 3 ഡ്രാഗൺ കാസിലും മറ്റ് അപ്രധാനമല്ലാത്ത ചില കെട്ടിടങ്ങളും ഇന്നും നിലനിന്നു പോകുന്നു. സ്പെയിനിന്റെ ചരിത്രം യൂറോപ്പിന്റെ യുദ്ധചരിത്രം കൂടിയാണ്. സാംസ്കാരിക ഭിന്നത മാത്രമല്ല, ഭാഷാപരമായ ഭിന്നതകളും ഒരു ജനതയെ അടിച്ചമർത്തിയിരുന്നു. ബാർസലോണയിൽ സംസാരിക്കുന്ന കാറ്റലാൻ റോമൻ ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഭാഷയാണ്. സ്പാനിഷും അതുതന്നെ. ഒരേ കുടുംബത്തിൽപ്പെട്ട ഈ ഭാഷകൾ തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ കുറവാണ്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇന്നും ആഭ്യന്തര അസ്വസ്ഥതകൾക്ക് ഈ ഭാഷകൾ കാരണമാകാറുണ്ട്. ഒരേ കുടുംബത്തിൽപ്പെട്ടവർ തമ്മിലാണല്ലോ എന്നും ശത്രുത കൂടുതൽ. ബാർസലോണയിലെ ജനങ്ങൾ കത്തലോണിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. 1923 സെപ്റ്റംബറിൽ ജനറൽ പ്രിമോ ദെ റിവേറ സൈനിക കലാപത്തിലൂടെ അധികാരം പിടിച്ചെടുത്തതോടുകൂടി കത്തലോണിയയുടെ ഭരണാവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കപ്പെട്ടു. കത്തലോണിയയുടെ ഭാഷയും സംസ്കാരവും പൊതുവേദികളിൽ നിയന്ത്രിക്കപ്പെട്ടു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ജനറൽ പ്രിമോ ദെ റിവേറ ഭരണത്തിൽ നിന്ന് പിന്മാറി. അൽഫോൻസോ 13 ഭരണഘടനാപരമായ സർക്കാരിനെ തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയകരമായില്ല. 1936-39 കാലത്തെ സ്പാനിഷ് യുദ്ധം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. ആഭ്യന്തര യുദ്ധത്തിൽ ഫ്രാൻസിസ്കോ ഫ്രാങ്കോയുടെ ദേശീയവാദികൾ വിജയിച്ചു. ഫ്രാങ്കോ പാർലമെന്റ് പൂർണ്ണമായി അടച്ചുപൂട്ടി രാഷ്ട്രീയ സ്വാതന്ത്ര്യ നിരോധം നിലവിൽ വന്നു. കത്തലാൻ ഭാഷ ഏകദേശം നിരോധിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. പൊതുസ്ഥലങ്ങളിലും ഔദ്യോഗിക രംഗത്തു നിന്നും കത്തലാൻ ഭാഷ തുടച്ചു മാറ്റാനുള്ള നീക്കം ആരംഭിച്ചു. കല്ലറകളിലെ ശിലാലിഖിതങ്ങൾ പോലും കത്തലാൻ ഭാഷ പറ്റില്ല എന്ന് നിഷ്കർഷിച്ച് ഫ്രാങ്കോയുടെ ഏകാധിപത്യ ഭരണം ഫ്രാങ്കോയുടെ മരണം വരെ നീണ്ടുനിന്നു. 1980 ജനാധിപത്യം അടങ്ങി വരുമ്പോഴോ പാർലമെന്റ് മന്ദിരം അടഞ്ഞുകിടന്നു. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒരു സൈനിക ആയുധപുരയായി നിർമ്മിച്ചതാണ് ഇപ്പോഴത്തെ പാർലമെന്റ് കെട്ടിടം. അത് സിയൂറ്റഡെല്ല കോട്ടയുടെ ഭാഗമായിരുന്നു. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ കോട്ട പൊളിച്ചു നീക്കിയപ്പോൾ ആയുധപുരയെ മാറ്റം വരുത്തി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു. ഒരു കാലത്ത് കറ്റലോണിയ ആർട്ട് മ്യൂസിയമായി പ്രവർത്തിക്കുകയും ചെയ്തു. 1932 കറ്റലോണിയ പാർലമെന്റിന്റെ ആസ്ഥാനമായി മാറി. 1887-88 കാലഘട്ടത്തിൽ ബാർസലോണയിലെ പാർക്ക് ദെ ലാ സിയുറ്റല്ലയുടെ പശ്ചാത്തലത്തിൽ പണിത ഈ കൊട്ടാരം ഒരു കോഫി ഹൗസിന് വേണ്ടി പണിതതാണെന്ന് പറഞ്ഞാൽ അവിശ്വസനീയത തോന്നാം. 1888 ബാർസലോണയിൽ നടന്ന ലോക പ്രദർശനത്തിന് വേണ്ടി ഒരു കഫേ ഹൗസായിട്ടാണ് ഈ സൗധം പണിതത്. ചെങ്കല്ലിൽ പണിത ഈ സൗധം പിന്നീട് പല കലാപരിണാമങ്ങളിലൂടെ കടന്നുപോയി. എങ്കിലും രൂപകൽപ്പന അങ്ങനെ തന്നെ നിലനിന്നു. പരുപരുത്ത ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ കൊട്ടാരം 4 മൂലകളിൽ ഉയർന്ന ടവറോടുകൂടിയാണ് പൂർത്തീകരിക്കപ്പെട്ടത്. 3 ഡ്രാഗൺസ് കാസിൽ എന്നറിയപ്പെടുന്ന ഈ കാസിൽ പിന്നീട് അപ്ലൈഡ് ആർട്സ് സ്കൂളായി മാറിയെങ്കിലും 1920 സുവോളജി മ്യൂസിയമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. 2011 ഇത് ശാസ്ത്ര ഗവേഷണ കേന്ദ്രമായി. ഇന്ന് സന്ദർശകർക്ക് പ്രവേശനം പരിമിതപ്പെട്ടിരിക്കുകയാണ്. വെളിയിൽ നിന്ന് മാത്രമേ കാണാൻ സാധിക്കൂ. എങ്കിലും പാർക്ക് ദെ ലാ സിറ്റുവഡേല എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ബാർസലോണിയൻ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും സ്മാരകമായി നിലകൊള്ളുന്നു. ബാർസലോണയിലെ പാർലമെന്റ് ഹൗസും അതിനോടനുബന്ധിച്ചുള്ള ഈ 3 ഡ്രാഗൺ കാസിലും ബാർസലോണിയൻ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും സ്മാരകമായി നിലകൊള്ളുന്നു.
ബാർസലോണയുടെ സാംസ്കാരിക പ്രതീകമായ പാർക് സിയുറ്റഡേല അതിൻ്റെ ചരിത്രവും കലാസ്മാരകങ്ങളും കൊണ്ട് ബാർസലോണയുടെ അഭിമാനമാണ്. പഴയ കോട്ടയുടെ മതിലുകൾക്കുള്ളിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് കുടുംബസമേതം സമയം ചെലവഴിക്കാവുന്ന മനോഹരമായ പാർക്കായി മാറിയ ഈ സ്ഥലം നഗരത്തിന്റെ സമ്പന്നമായ പൈതൃകത്തിന്റെ തെളിവാണ്. അറിവും തിരിച്ചറിവുമായി ഞങ്ങൾ യാത്ര തുടരുകയാണ്.